ഏറെക്കാലമായി CPMനുള്ള ചീത്തപ്പേരാണ് കണ്ണൂർ പാർട്ടിയായി മാറുന്നു എന്നത്. അതിൽ വാസ്തവവും ഇല്ലാതില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും കണ്ണൂരുകാരൻ തന്നെ. മുൻ LDF കൺവീനർ EP ജയരാജനും കണ്ണൂരുകാരൻ. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരിയും കണ്ണൂരിൽ നിന്നുള്ള നേതാവ്. അപ്പോൾ CPMനെ കണ്ണൂർ പാർട്ടി എന്ന് വിളിക്കുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല. CPMൽ ഈ കണ്ണൂർ ആധിപത്യം തുടരുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചന നൽകിയത്. പാർട്ടിയിൽ കണ്ണൂർ ആധിപത്യം കൂടുതലാണെന്നും അത്തരമൊരു സാഹചര്യം മാറണമെന്നും പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു സൂചന മറുപടി പ്രസംഗത്തിൽ നൽകിയത്. മറ്റൊരു സുപ്രധാന കാര്യം കൊല്ലം ജില്ലയിലെ വിഭാഗീയതയാണ്. പാർട്ടിയിൽ വിഭാഗീയത വച്ചുപറപ്പിക്കില്ലെന്നും അത്തരക്കാർക്ക് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടാകില്ല. ഈ സൂചനയും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വിഭാഗീയതയുടെ ഭാഗമായി കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ചേരിതിരിഞ്ഞ് നേതാക്കൾ പരസ്യമായി പോരടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. മാത്രമല്ല, എല്ലാ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. ഇത് പതിവ് നടപടിയാണെങ്കിലും ചിലരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ മേൽത്തട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരമൊരു നടപടി വേണ്ട എന്നാണ് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇങ്ങനെയൊരു ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നിരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വേണം നേതാക്കൾ പ്രതികരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ചയല്ല ഇപ്പോൾ നടക്കേണ്ടത്. തുടർഭരണം ലക്ഷ്യമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആവശ്യം. അതിനുവേണ്ടി കൂട്ടായ പരിശ്രമമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ആധിപത്യവും വിഭാഗീയതയും കൊണ്ട് ആരും മുന്നോട്ട് വരേണ്ടതില്ല. സംസ്ഥാനത്ത് തുടർഭരണത്തിൻ്റെ സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് അത്യാവശ്യം. മാത്രമല്ല, സർക്കാരിന് നിലവിൽ മുന്നോട്ട് പോകുന്നതിന് ചില പ്രതിസന്ധികളുണ്ട്. അത് തരണം ചെയ്യുന്നതിന് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതിന് പാർട്ടിയിൽ നിന്നുള്ള പൂർണ്ണ പിന്തുണ വേണം. അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നേതാക്കൾ വീണ്ടുവിചാരമില്ലാതെ പ്രതികരിക്കുകയല്ല വേണ്ടതെന്നും മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നുറപ്പായി. മാത്രമല്ല, പാർട്ടിയിൽ പിണറായിയുടെ അപ്രമാദിത്യം തുടരുകയും ചെയ്യും.